നെവിനുമായുള്ള പ്രശ്നത്തെക്കുറിച്ച് ഷാനവാസിനോട് ചോദ്യം ചെയ്യുകയായിരുന്നു ബിന്നി. ആരുടെ ഭാഗത്താണ് സത്യം എന്നുള്ളത് അറിയില്ല. സാധാരണഗതിയിൽ ഇതുപോലെ ഒരു സെൻസിറ്റീവ് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഹൗസ്മേറ്റ്സിന് എല്ലാവർക്കും കിട്ടുന്ന ഒന്നായിരുന്നു. എന്നാൽ നിങ്ങളുടെ വിഷയത്തിൽ മാത്രം അതുപോലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ല. ലാലേട്ടനും ഒന്നും പറഞ്ഞില്ല, ഇതേക്കുറിച്ച് മറ്റൊരു ചർച്ചയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരുടെ ഭാഗത്താണ് സത്യമെന്നോ ന്യായമെന്നോ ഒന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. നെവിന് ആ സമയത്ത് ഒരു മെന്റൽ സപ്പോർട്ട് വേണ്ടതുകൊണ്ട് ഞാൻ നെവിന്റെ കൂടെയായിരുന്നു നിന്നത്. എന്നാൽ എനിക്ക് നിങ്ങളുടെ ഭാഗം കൂടി എന്താണെന്ന് കേൾക്കുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബിന്നി ഷാനവാസുമായി സംസാരിക്കുവാൻ തുടങ്ങിയത്. അങ്ങനെ ഷാനവാസ് മറ്റുള്ളവരോട് പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ തന്നെ ബിന്നിക്കും നൽകി. ബിന്നിയോട് ഷാനവാസ് പറഞ്ഞു, എനിക്ക് അവനെ ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ അവനെ താഴ്ത്തിക്കെട്ടണമെന്നോ യാതൊരുവിധ ആഗ്രഹവുമില്ല. അവനെക്കുറിച്ച് പറഞ്ഞതും ഞാനായിരുന്നില്ല. ഈ ടോപ്പിക് ഇവിടെ കൊണ്ടുവന്ന് വഷളാക്കണമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല. ആദിലയുടെ വായിൽ നിന്ന് അറിയാതെ വീണുപോയ ഒരു കാര്യമായിരുന്നു. സത്യത്തിൽ എനിക്ക് അവനോട് നന്നായി ദേഷ്യമുണ്ടായിരുന്നു. കാരണം ആ മല്ലയില പ്രശ്നത്തിൽ അവൻ എൻ്റെ പേര് വെറുതെ വലിച്ചിടുകയായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് തട്ടിപ്പറിച്ച് കളഞ്ഞതൊന്നുമായിരുന്നില്ല. അവൻ്റെ കൈയാണ് തട്ടിയിരുന്നത്. ഞാൻ വെറും മല്ലയില മാത്രമാണ് വാങ്ങാൻ ശ്രമിച്ചത്. എന്നാൽ കണ്ടുനിന്നവരും മറ്റുള്ളവരും എല്ലാവരും അവനെ മാത്രം സപ്പോർട്ട് ചെയ്തു. അവൻ അന്ന് ആ പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ, ഞാൻ അവൻ്റെ ഭക്ഷണം വലിച്ചെറിഞ്ഞു എന്ന്. ഒരു നേരത്തെ അന്നത്തിനെ ബുദ്ധിമുട്ടി വന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അന്നത്തിനെ ബഹുമാനിക്കാൻ എനിക്ക് നന്നായി അറിയാം. അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. അവൻ ഞാൻ ചെയ്യാത്ത കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ദേഷ്യം എനിക്ക് നന്നായി ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം ഞാൻ വലിച്ചിടണമെന്ന് ഞാൻ കരുതിയിട്ട് പോലുമില്ല. ആദിലയോട് ഞാൻ പറഞ്ഞ കാര്യം അവളുടെ വായിൽ നിന്ന് അറിയാതെ വീണു പോയതാണ്. എങ്കിൽ ഞാനും ആ കാര്യം പറയാമെന്ന് വിചാരിച്ച് പറഞ്ഞത് മാത്രമാണ്. അല്ലാതെ അവനെ ഡിഫെയിം ചെയ്യുവാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ നുണക്കഥകളൊന്നുമല്ല. അത് പറഞ്ഞതിന്റെ പേരിൽ ആദിലയുമായി ഞാൻ വഴക്കിട്ടതെല്ലാം നിങ്ങൾ കണ്ട ഒരു കാര്യം തന്നെയല്ലേ. അവരുമായി ഞാൻ മിണ്ടാതിരുന്നതും അവരെ ഇത്രത്തോളം ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചതെല്ലാം നിങ്ങൾ കണ്ടുനിന്ന കാര്യമല്ലേ. ആ ഒറ്റ പ്രവൃത്തിയുടെ മേലിൽ ആദിലയും നൂറയും എത്രമാത്രം കരഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളും കണ്ട ഒരു കാര്യമല്ലേ. ആ പാവങ്ങൾ രണ്ടുപേരും അന്നത്തെ ദിവസം മുഴുവൻ ഓരോ മൂലയിലും പോയി കരയുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിലും നല്ല വിഷമവും ദേഷ്യവും ഉണ്ടെങ്കിലും ഞാനും മിണ്ടാതിരുന്നു. എന്നിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്തു. രാത്രിയിൽ ഞങ്ങൾ സംസാരിച്ച് എല്ലാം ഒത്തുതീർപ്പാക്കി. ഞാൻ ആ പറഞ്ഞ വാക്കുകളിൽ അവർക്ക് വേദനിക്കണമെങ്കിലും അവർ കരയണമെങ്കിലും അതിന്റെ അർത്ഥം എന്താണ് ബിന്നി? അവർക്ക് എന്നോട് അത്രമാത്രം സ്നേഹവും ബഹുമാനവും ഉണ്ട്. ആ എന്നിൽ നിന്ന് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം വന്നപ്പോൾ അത് അവർക്ക് സഹിക്കാനായില്ല. അവരോട് പിണങ്ങി നിന്നതിൽ എനിക്കും നന്നായി വിഷമമുണ്ടായിരുന്നു. ഞാനും കരഞ്ഞിരുന്നു. അന്നത്തെ ദിവസം സുബ്ഹി ബാങ്ക് കൊടുക്കുന്നവരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. പരസ്പരം കരഞ്ഞും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഒത്തുതീർപ്പായ കാര്യമാണ്. അത് സംഭവിക്കാനുള്ള കാരണം എന്താണ്? അവരെ ഞാൻ എൻ്റെ കുഞ്ഞു പെങ്ങന്മാരെ പോലെയാണ് കാണുന്നത്. അവരെ ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിച്ചത്. അവർ എന്നോട് കാണിച്ചതും ആത്മാർത്ഥമായുള്ള സ്നേഹം തന്നെയാണ്. ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും അധികം നേരം പിണങ്ങി നിൽക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ഒത്തുതീർപ്പാക്കിയത്. അതുപോലെ നെവിൻ എപ്പോൾ സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അവൻ വന്ന് സംസാരിക്കട്ടെ എന്നായിരുന്നു ഷാനവാസ് പറഞ്ഞത്. ഇത് കേട്ട ബിന്നി പറഞ്ഞു, നിങ്ങൾ സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് സംസാരിച്ച് തീർക്കണമെന്ന്. കൂടുതൽ BB അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.